ഓക്കെ, ഞാൻ വരാം. ശ്രീ ജോർജ് ജോസഫ്, നോക്കൂ, പോലീസ് ഇപ്പോൾ ഒരു കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ പരാതി വരാൻ കാത്തു നിൽക്കാതെ ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ഉന്നയിച്ച് അവരുടെ മുമ്പിലുള്ള തെളിവുകളൊക്കെ കാട്ടി ഉത്തരം മുട്ടിച്ചിപ്പോൾ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഒടുവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് വീണ്ടും ചോദ്യങ്ങൾക്ക് മുമ്പിലേക്ക് എത്താൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. നോക്കുക, അതാണിപ്പോൾ പോലീസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ നിമിഷത്തിൽ ഇതിൽ കൂടുതലൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുമുണ്ട്. അതേസമയം വിൻസിയുടെ പരാതി അവിടെ വേറെ ഉണ്ട് താനും. ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ സങ്കീർണമാക്കുന്ന രീതിയിലാണ് ഇന്ന് വന്ന ചില പ്രതികരണങ്ങൾ. ആ സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്ന സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ. ഇതിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? പോലീസ് കൂടുതൽ കാര്യക്ഷമമായി സർക്കാർ ഒരു വേട്ടയുമായി മുന്നോട്ട് പോകുമ്പോൾ, ലഹരിക്കെതിരെയുള്ള യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ സിനിമയിൽ കൂടുതൽ സുതാര്യത വരാനുണ്ട് എന്നാണോ? എന്തായാലും പോലീസ് നല്ലൊരു റോളിലേക്ക് വന്നു എന്നാണ് എനിക്ക്. ഞാൻ വേറെ ഒന്ന് രണ്ട് ചാനൽ ചർച്ച ചെയ്തപ്പം പോലീസിനെ ഡാൻസ് സ്റ്റാഫിനെയൊക്കെ വിമർശിച്ചു പറഞ്ഞു. ഞാൻ അതിനെ എതിരിട്ടു. കാരണം പോലീസിൻ്റെ അടുത്തൊരു കംപ്ലൈൻറ്റ് ഇല്ല, യഥാർത്ഥത്തിൽ ആരും കൊടുത്തിട്ടില്ല. വിൻസിയുടെ അലോഷ്യസിൻ്റെ കംപ്ലൈൻറ്റ് പോയിരിക്കുന്നത് അത് അമ്മയിലും അവരുടെ സംഘടനയിൽ മാത്രമാണ്, പോലീസിലേക്ക് വന്നിട്ടില്ല. പക്ഷേ പോലീസിലേക്ക് വരാതെ അവരൊരു പരാതി കൊടുക്കാതെ നടപടി പോലീസ് എടുക്കാൻ അവരുടെ പുറകെ പോകേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് അതിനൊരു കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേസമയത്ത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആ സൂത്രവാക്യത്തിൻ്റെ ലൊക്കേഷനിൽ അവർ നിൽക്കുമ്പം ഇയാൾ മോശമായിട്ട് അവരുടെ അടുത്ത് പെരുമാറി, അതിനവർ പോലീസിൽ പരാതിപ്പെടുന്നില്ല. പക്ഷേ അതിനൊപ്പം ഒരു കാര്യം പറഞ്ഞു, വായിക്കാത്തതെന്ന് കുറച്ച് പൊടി വായിലോട്ട് ഇടുന്ന കണ്ടു, പിന്നെ തുപ്പുന്നതും കണ്ടു. അത് ഡ്രഗ്സാണ്. ആ ഡ്രഗ്സ് കോഗ്നിസബിൾ ഒഫൻസാണ്. അത് പോലീസ് കേസെടുത്തേ പറ്റുള്ളൂ. അതിന് വിൻസിയുടെ സമ്മതമൊന്നും പോലീസിന് വേണ്ട. പോലീസ് ആ നടപടിക്ക് കേസെടുക്കണം. അത് വെച്ചിട്ടാണ് പോലീസ് ഇപ്പം നീങ്ങിയിരിക്കുന്നത്. പലരും ഡാൻസ് സ്റ്റാഫിനെയും പോലീസിൻ്റെ എറണാകുളത്തെ ആക്ഷനെയും വിമർശിച്ചപ്പോൾ ഞാൻ പോലീസിനെ വിമർശിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഇയാളെ സമൂഹത്തിൽ നിന്ന് സിനിമയിൽ നിന്നും പാട്ടി ഓടിക്കേണ്ട സമയം എത്രയോ നാൾ മുമ്പ് കഴിഞ്ഞു. നമ്മുടെ കൊച്ചുമക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇയാളുടെ സിനിമ കണ്ടിട്ട് അതുപോലെ ചാടാനും പിടിക്കാനും ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ, സിനിമാ താരമാവണമെങ്കിൽ ഡ്രഗ്സ് അടിക്കണമെന്നാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി 2 പ്രാവശ്യം അതിൻ്റെ സീരിയസ്നെസ് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. 2 പ്രാവശ്യം അതേ പ്രസ് കോൺഫറൻസിനകത്ത് നടത്തി ലഹരിക്കെതിരായിട്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതനുസരിച്ച് പോലീസ് ഇപ്പം കേസെടുത്തിരിക്കുന്നു. ആ കേസെടുത്തിരിക്കുന്നതിനകത്ത് അവർ പോലീസിൻ്റെ മെറ്റീരിയലൊന്നുമില്ല. ആ കെട്ടിട വേദാന്ത ആ ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടിപ്പോയി. അത് മാത്രമേ, അതൊരു ഒഫൻസ് അല്ലല്ലോ. ആ വേദാന്തം അവിടെ ഒരു ഡാൻസ് സ്റ്റാഫ് പരിശോധനയ്ക്ക് ചെന്നപ്പം ഇയാളുടെ മുറിയിൽ ചെന്നു. കാരണം ഡാൻസ് സ്റ്റാഫിൻ്റെ അവിടെ ഒരു ഹോൾസെയിൽ കച്ചവടക്കാരൻ, ഡ്രഗ്സ് കച്ചവടക്കാരൻ അവിടെ ഉണ്ട് വേദാന്തത്തിൽ അറിഞ്ഞാണ് പോലീസ് ചെല്ലുന്നത്. ചിലപ്പോൾ ഇയാളുടെ പേരിലാണ് മുറി എടുത്തിരിക്കുന്നത്. അവിടുത്തെ കൗണ്ടർ നോക്കിയപ്പം ഇയാളുടെ മുറി തട്ടി വിളിച്ചപ്പം ഇയാൾ എടുത്ത് ചാടി 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലെ അവിടുത്തെ ഷീറ്റ് പൊട്ടിച്ച് താഴത്തെ അയാളുടെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് അവിടുന്ന് ചാടി ഓടി ഒരു 2 വീലർ കയറി ബോഗാട്ടി പാലസിലോട്ട് പോയി. അപ്പോൾ 5-6 അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ തന്നെ ഇയാൾ കഴിഞ്ഞു കൂടുന്നത്. പക്ഷേ ഇയാളെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയേ പറ്റുള്ളൂ, ഇയാളെ ജയിലിട്ടേ പറ്റുള്ളൂ. കുട്ടികളെ മുഴുവൻ തെറ്റിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഇയാൾ. അതുകൊണ്ട് ഇതിനോടൊരു കോംപ്രമൈസും പറ്റില്ല. പോലീസിന് കൈ മെറ്റീരിയലൊന്നും ഇല്ലെങ്കിലും ഇന്ന് NDPSൻ്റെ സെക്ഷൻ 27ഉം 29ഉം വെച്ച് അവൈലബിളാണ്. 27 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ലഹരി കഴിക്കുന്നതിന് ആവശ്യമായ അത്ര സാധനം കൈ വെക്കാം. 27 ജാമ്യം അവൈലബിളാണ്. അതുപോലെ 29-നകത്തൊരു കോൺസ്പിറസിയാണ്, അപ്പോൾ അത് അവൈലബിളാണ്. 27, 29. പക്ഷേ പോലീസ് 1-2 സെക്ഷൻ വെച്ചില്ല. അത് വളരെ ക്ലെവറായിട്ട് വെച്ചെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 27A വെക്കണമായിരുന്നു. അതിലേക്കുള്ള എവിഡൻസ് വന്നിരിക്കുന്നു. ഇനി അതിൽ നിന്ന് പോലീസിന് പിന്മാറാനൊക്കത്തില്ല, ഷൈൻ ടോം ചാക്കോയ്ക്കും പിന്മാറാനൊക്കില്ല. കാരണം 27A NDPS പറയുന്നത് എന്താണ്? ഒരു ഇല്ലിസിറ്റ് ട്രാഫിക്കിങ്ങിന് പണം കൈമാറ്റം ചെയ്താൽ ഒഫൻസാണ്. അപ്പോൾ 20,000 രൂപ ആ ചാടിയ ദിവസം കൊടുത്തിട്ടുണ്ട്. അത് ആർക്കാണ്? കോഴിക്കോടുള്ള ഡ്രഗ്സ് ഡീലർക്ക്. ഒഫൻസ് ആയല്ലോ. പോലീസ് ഇന്ന് അതേപ്പറ്റി ഒന്നും മിണ്ടിയില്ല. ഇയാളെ 7.5 മണിക്കൂർ 8 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് അയാളുടെ അപ്പനെയും അമ്മയും വിളിച്ചു വരുത്തി സഹോദരൻ വന്ന് അവരെ ഏൽപ്പിച്ചു വിട്ടു. തിങ്കളാഴ്ച വന്നിരിക്കണം. അപ്പോൾ പോലീസ് വളരെ ഒരു ഒഫൻസും ഇല്ലയെന്ന് നമുക്ക് തോന്നുമെങ്കിലും
പോലീസ് വളരെ കൃത്യമായി മൂവ് ചെയ്തിരിക്കുന്നു. അവിടെ തന്നെ പോകണം, എങ്കിലേ നമുക്ക് ഇത് ഒതുക്കാൻ പറ്റുള്ളൂ. ഇയാളെ ഒരു 10 വർഷം 20 വർഷം അകത്തിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇയാളെ വേണ്ട. ഇയാളെ എത്ര നല്ല ആക്ടറാണെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട. സമൂഹത്തിനെ മിസ്ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഇയാൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ആണ് ഈ ലെവലിൽ വന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അത് തന്നെയല്ല, പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്ത് വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം, ഇയാളുടെ അടുത്ത് പറഞ്ഞാൽ ഇയാൾക്ക് ബ്ലഡ് എടുക്കാനൊക്കില്ല, ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കാനൊക്കില്ല, ഇയാളെ ഹെയർ എടുക്കാനൊക്കില്ല, ഇയാളെ നഖം എടുക്കാനൊക്കില്ല. അത് എടുക്കണമെങ്കിൽ ഒരു അറസ്റ്റ് വേണം. അറസ്റ്റ് ചെയ്ത് പോലീസ് അത്രയും സാധനം എടുത്തിട്ടുണ്ട്. അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് സ്ഥാപിക്കേണ്ടത് പ്രാഥമികമായ പോലീസിൻ്റെ ചുമതലയാണ്. അതിന് അടിസ്ഥാന കല്ലിന്നിട്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനൊക്കുള്ളൂ. ഇപ്പോഴത്തെ പോകുമെന്നാണ് ഞാൻ കരുതുന്നത് പോലീസ്. അങ്ങനെ പോകണം. കാരണം ഇയാൾ നേരത്തെ പോലീസിനെ പറ്റിച്ചൊന്ന് ചാടിപ്പോയതാണ്. 2015 കേസിനകത്ത് 4 പെൺകുട്ടികൾ ഇയാളുകൂടെ കൊക്കയും കഴിച്ചതിന് കേസെടുത്തിട്ട് അതിനകത്ത് ചില ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ സാന്നിധ്യത്തിൽ വേണം എടുക്കാൻ, അങ്ങനെ എടുത്തിട്ടുണ്ട്. മെയിലായിപ്പോയി. ഫീമെയിൽ ഗസറ്റഡ് ഓഫീസർ, അത് ടെക്നിക്കലാണെന്ന് ഞാൻ പറയുന്നത്, മാൻഡേറ്ററി അല്ല. ഗസറ്റഡ് ഓഫീസർ പ്രസൻസേ ഉള്ളൂ. മെയിലും ഫീമെയിലും വേണമെന്ന് നിങ്ങളും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് കോടതിയിലോട്ട് അതിൻ്റെ അപ്പീൽ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ പറയണത്, കേരള പോലീസ് ഈ സ്പെഷ്യലൈസ്ഡ് വിങ്, എക്സൈസ് ആയാലും ശരി, ഫോറസ്റ്റ് ആയാലും ശരി, അബ്കാരി ആയാലും ശരി, അതൊക്കെ പോലീസ് പണ്ട് എടുക്കുന്ന കേസുകളാണ്. പക്ഷേ പോലീസിന് ടൈമില്ലാത്തതിന് അതിന് സ്പെഷ്യലൈസ്ഡ് ഏജൻസി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എക്സൈസിലെ ആലപ്പുഴയിലെ 1.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ്, അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ശ്രീനാഥ് പാസിയും ഈ ഷൈൻ ടോം ചാക്കോയും അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ. അങ്ങനെ കൊണ്ടുവന്നതിനെ പറ്റി, അതിൻ്റെ ട്രാൻസാക്ഷൻ മണി വന്നതിൻ്റെ കാര്യത്തെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിജിറ്റലായിട്ടുള്ള കുറേ എക്സ്പെർട്ടൈസ് വേണം അതിനകത്ത്. കാരണം പല അക്കൗണ്ടിൽ കൂടെ കയറി ഇറങ്ങിയാണ് വരുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ആ കേസ് എറണാകുളത്തെ അഡീഷണൽ കമ്മീഷണർ നർക്കോട്ടിക്സിൻ്റെയോ അല്ലെങ്കിൽ ജയകുമാറോ അത് ടേക്ക് ഓവർ ചെയ്യണം. അവർ റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ കൊടുത്തിട്ട് ഹോം സെക്രട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആ കേസ് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നാലേ ഇവന്മാരെ പൂട്ടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. കാരണം അതാണ് പോലീസ് ചെയ്യേണ്ടത്. പോലീസിന് അതിന് അധികാരമുണ്ട്, ആഭ്യന്തര വകുപ്പിന് അധികാരമുണ്ട്. അത് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ നമുക്കിത് ഈ ഇയാളുടെ ഈ കള്ളക്കളികൾ ഇയാളോ ചേർന്ന് നിൽക്കുന്ന, ഞാൻ സിനിമാ വ്യവസായത്തെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്തായാലും ശ്രീ ജോർജ് ജോസഫ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാൾ ഹോട്ടലിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി മറഞ്ഞ സമയങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്ന ഊഹാപോഹങ്ങളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഷൈനിന് പോലും എനിക്കിനി മാറി നിന്ന രക്ഷയില്ല, പോലീസിൻ്റെ അടുത്തേക്ക് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നല്ല കുട്ടിയെപ്പോലെ 10:30 വരേണ്ട ആൾ 10 മണിക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിനുശേഷം പോലീസ് ഇന്ന് നടത്തിയ നടപടി താങ്കൾ പോലും പതിവിന് വിപരീതമായി വളരെ നല്ല സർട്ടിഫിക്കറ്റിൽ ചർച്ച തുടങ്ങുന്നതിന് പോലീസിനെ കുറിച്ച് പറയുന്നതിനിടയാക്കിയ ഒരു കാര്യം കൂടി ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.